ഇന്നത്തെ കത്ത് വായിക്കാം. എവിടുന്നാണ്? തൃശ്ശൂരിൽ നിന്ന് ജയന്തിയാണ് ഇന്നത്തെ കത്ത് എഴുതിയിരിക്കുന്നത്. എന്താണ്? താങ്കളുടെ പ്രോഗ്രാമുകൾ സ്ഥിരമായി കാണാറുണ്ട്. ഇത് മകൾക്ക് വേണ്ടി എഴുതുന്നു. മകൾ ബിടെക് കഴിഞ്ഞു കുറച്ച് നാളായി. ഇതുവരെ മകളുടെ ഇഷ്ടമനുസരിച്ചുള്ള ജോലിയൊന്നും ലഭിച്ചില്ല. മകൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുമോ? വിദേശ ജോലിക്ക് സാധ്യതയുണ്ടോ? ഗൃഹനില ചേർക്കുന്നു. വളരെ സുഗതം ചെയ്ത, പുണ്യം ചെയ്ത, സന്മനസ്സുള്ള പൂർവികന്മാരുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരംഗമായിട്ട് പറയാം. അതുകൂടാതെ തന്നെ 22 വയസ്സ് മുതൽ 42 വയസ്സ് വരെ മാളവ്യം എന്ന പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ട ആ മാളവ്യ യോഗത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ഐശ്വര്യവത്തായിരിക്കുന്ന ഒരു ജാതകം. പൂർവികന്മാർ അങ്ങനെ പുണ്യം ചെയ്തെങ്കിൽ മാത്രമേ മാളവ്യയോഗം, ഭദ്രായോഗം, ഹംസമഹായോഗം, രുചകഭാഗ്യം ഇങ്ങനെയൊക്കെയുള്ള 5 തരത്തിലുള്ള യോഗങ്ങൾ വരുള്ളൂ. അങ്ങനെ കിട്ടണമെങ്കിൽ പൂർവികന്മാർ പുണ്യം ചെയ്തവരായിരിക്കണം. അതുപോലെ സർവൈശ്വര്യങ്ങളും ഒത്തുകിട്ടുന്ന, സർവൈശ്വര്യങ്ങളിലേക്കും കടന്നു വരാവുന്ന വിദ്യാഭ്യാസം, വിദ്വാനും ധനവാനും യോഗ്യനുമായിരിക്കുന്ന ഭർത്താവ്, ജീവിതത്തിന് ഉന്നതി, ഉയർച്ച, അഭിവൃദ്ധി, ഐശ്വര്യം, മേൽഗതി എന്നിവ നിസ്സംശയം പറയാവുന്ന ഒരു ജാതക നിലയാണ്. ഇഷ്ടപ്പെട്ടതിനേക്കാൾ, ഒരു കാലത്ത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മോഹിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം സമ്പത്തും അധികാരവും പ്രൗഢിയും നിലനിൽക്കുന്ന വൈദേശിക ജോലി, കൂടിയ മുന്തിയ ശമ്പളം, ആഗ്രഹിക്കും മുമ്പേ തന്നെ പ്രമോഷൻ സൗകര്യങ്ങൾ, വസ്തുവും വീടും വാഹനവും സമ്പാദ്യാദികളും, യഥേഷ്ടം ആയുരാരോഗ്യങ്ങൾ നിറഞ്ഞ സന്താന പരമ്പരകളും ഒക്കെ ഒത്തിണങ്ങിയ ഒരു ജീവിത രീതിയാണ്. ജനിച്ച ലഗ്നത്തിൻ്റെ കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിൽ മാളവ്യം എന്ന യോഗനിലകളോടുകൂടി ശുക്രൻ നിൽക്കുന്ന ഈ ജാതകസ്ഥയ്ക്ക്. അപ്പം മോഹിച്ചതിനേക്കാൾ വലിയ ജോലി, മോഹിച്ചതിനേക്കാൾ വലിയ സൗന്ദര്യവും ധനവാനും പേരും പഠിത്തവും ഒക്കെ ഉള്ള ഭർത്താവ്, ചുണയും വിദ്യാഭ്യാസവും സൗന്ദര്യവും ഒത്തിണങ്ങിയ കുട്ടികൾ, നഗരമധ്യത്തിൽ പാർക്കാൻ പറ്റിയ കമനീയമായ രമ്യഹർമ്മ്യം, അതായത് ബംഗ്ലാവ്, വീട്, വസ്തു, ജംഗമങ്ങൾ, സമ്പാദ്യാദികൾ, കാലാനുസൃതമായ പരിഷ്കൃത ജീവിതം എന്നിവയെല്ലാം ഈ മാളവ്യയോഗം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആശ്രയിച്ച് വരുന്നവർക്ക് സഹായങ്ങൾ, അതുപോലെ തന്നെ പലർക്കും തണലേകാനുള്ള അവസരങ്ങൾ, പലർക്കും നമ്മെക്കൊണ്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ, ആശയ്ക്കും മോഹങ്ങൾ പരിപടിയായി നടന്നു കിട്ടാനുള്ള ഭാഗ്യങ്ങൾ എല്ലാം കൂടെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ദീർഘായുസ്സോട് കൂടിയ ഒരു ജീവിത രീതിയാണ് ഈ മാളവ്യയോഗം. അതായത് ഫുൾ ബലത്തോടു കൂടി കിട്ടിയിരിക്കുന്ന മാളവ്യയോഗം. അതുപോലെ പഞ്ചമഹാപുരുഷ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫുൾ വോൾട്ടേജ് കിട്ടണമെങ്കിൽ അത് വലിയ പാടാണ്. അതിന് പൂർവികന്മാരുടെ അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ വേണം. അതുകൊണ്ട് അധികം ബലം, ഈ വക ഭാഗ്യങ്ങളെല്ലാം ഉണ്ട്. 32 വയസ്സ് മുതൽ 22 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഈ ഭാഗ്യങ്ങൾ തേടിയെത്തും. അത് കഴിഞ്ഞാൽ ആ ലഭിക്കുന്ന ഭാഗ്യം കൊണ്ട് തന്നെ ജീവിത കാലഘട്ടം മുന്നോട്ട് പോകാനുള്ള എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും കഴിവുകളും പ്രാപ്തികളും സഹായങ്ങളും എല്ലാം ഒത്തിണങ്ങി വരും എന്നാണ് കാണുന്നത്. തന്നെ ആശ്രയിച്ച് വരുന്നവർക്ക് പ്രയോജനം, തന്നെ മോഹിച്ചു വരുന്നവർക്ക് പ്രയോജനം, പൂർവികന്മാരുടെ അനുഗ്രഹങ്ങൾ, അച്ഛൻ വഴി, അമ്മ വഴി, അമ്മാവൻ വഴി, സഹോദരങ്ങൾ വഴി നമുക്ക് സഹായിക്കാനുള്ള താണി, കെൽപ്പ്, എല്ലാ ഭാഗ്യങ്ങളും ഒത്തിണങ്ങി വരും. കൂടുതലായിട്ട് ശുക്രനെ ഹിമഗന്ധുമണാളാഭം ദൈത്യാനം പരമങ്കുരും സർവശാസ്ത്ര പ്രദക്താരം ഭാർഗവം പ്രണമാമ്യഹം.
നവഗ്രഹ സ്തോത്രങ്ങളിൽ ഈ ശുക്രൻ്റെ പ്രകീർത്തിക്കുന്ന സ്തോത്രങ്ങൾ കൊണ്ട്, വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് ദേവിയെ പുഷ്പാർച്ചനകൾ ചെയ്യാം. അതുപോലെ തന്നെ വജ്രം സ്ഥിരമായിട്ടണിയാം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് ദേവിയെ പൂജിക്കാം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭഗവത് സേവകൾ നടത്താം. സർവോപരി ശുക്രനെ പ്രസാദിപ്പിക്കുന്ന സ്തോത്രങ്ങൾ കൊണ്ടും കൂടുതൽ സന്തോഷിപ്പിക്കാം. എത്ര കണ്ട് സന്തോഷിപ്പിക്കുന്നു അത്ര കണ്ട് ലാഭവും ഐശ്വര്യവും വർദ്ധിക്കും. തലമുറകൾക്ക് തന്നെ ഈ മാളവ്യ യോഗം കൊണ്ടുള്ള ഫലം ഉണ്ടാകുമെന്നാണ്. അപ്രകാരമൊക്കെ ഉള്ള ഫലങ്ങൾ കണ്ട് സന്തോഷം ആയി കഴിയുമ്പോൾ വീണ്ടും ദേവാമുഖത്തിലോട്ട് കത്തയക്കുക.